ഹലോ മൈ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ബോർഡ് കെമിസ്ട്രി ക്ലാസ്. ഒരിക്കൽ കൂടി ഒരു കിടുക്കാച്ചി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. മക്കളെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്ന കൂട്ടുകാരന് ഇത് അയച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇന്ന കൂട്ടുകാരികൾക്ക് ഇത് അയച്ചു കഴിഞ്ഞാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, അപ്പം തന്നെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നേരെ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കെമിസ്ട്രി എന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും പല ഇടങ്ങളിലുമായിട്ട് പല ചാപ്റ്റേഴ്സുകളിലായിട്ട് കെമിക്കൽ റിയാക്ഷൻ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ സാധാരണയായിട്ട് കുട്ടികൾ കണ്ടുവരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻ പഠിക്കേണ്ടത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ അവർക്ക് ഉണ്ടാവാറില്ല. എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇനി ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വരാറുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട് വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പലർക്കും ഉണ്ടാവാറുള്ളത്. ആ കൺഫ്യൂഷൻ ഒക്കെ നീക്കി കെമിക്കൽ റിയാക്ഷൻ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം. മക്കളെ, ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസുകളുണ്ട്. ഒരുപാട് ടൈപ്പുകളുണ്ട്. ആ ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ എങ്ങനെ പഠിച്ചാൽ നമ്മുടെ മനസ്സിൽ നിൽക്കും, അത് കൃത്യമായിട്ട് നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോസിന്റെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് ആദ്യത്തിലേക്ക് പോകാം. ലേൺ ബേസിക്. ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ച അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. എന്താണ് സാറേ ഒരു കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ച അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, മക്കളെ, ഒരു കെമിക്കൽ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ആറ്റങ്ങൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയണം. ഏതാണ് ആറ്റം, ഏതാണ് അതിൻ്റെ അകത്തുള്ള മോളിക്യൂൾസ്, ഏതാണ് അതിൻ്റെ അകത്തുള്ള കോമ്പൗണ്ട്സ് എന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒരു ഏത് കെമിക്കൽ റിയാക്ഷൻ പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആറ്റങ്ങളെ കുറിച്ച് പഠിച്ചിരിക്കണം, അതേപോലെ തന്നെ മോളിക്യൂൾസിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അതേപോലെ തന്നെ കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ സെറ്റാണ്. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകും. നോ കോമൺ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ 10th സംബന്ധിച്ചാണെങ്കിൽ 10th ക്ലാസ്സുകാരെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ പഠിക്കാനുണ്ട്. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് നമുക്കറിയാം, കോമ്പിനേഷൻ. അതേപോലെ തന്നെ എന്താണ് ഡീകോമ്പോസിഷൻ എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പഠിക്കുന്നുണ്ട് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതേപോലെ തന്നെ ഏതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ്, അതേപോലെ തന്നെ റിഡോക്സ് റിയാക്ഷൻ. ഇതിനെ പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്കുണ്ടായിരിക്കണം. ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ അറ്റ്ലീസ്റ്റ് അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് രണ്ടാം ഘട്ടം അല്ലെ. അത് കൃത്യമായിട്ട് നമ്മൾ പ്രധാനമായിട്ടും ഏത് ടൈപ്പ് റിയാക്ഷൻ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അടുത്ത ഒരു ഘട്ടം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്, എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷൻസ് ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു. മൂന്നാമത്തെ ഏരിയയിലേക്ക് പോവാണ്. അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺസ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കെമിക്കൽ റിയാക്ഷൻ പഠിക്കുമ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് ആറ്റം, ഏതാണ് മോളിക്യൂൾസ്, ഏതൊക്കെയാണ് കോമ്പൗണ്ട്സ് എന്ന് തിരിച്ചറിയാൻ അറിയണം. രണ്ടാമതായിട്ട് ഏതൊക്കെ ടൈപ്പ്, അല്ലെങ്കിൽ തന്നിരിക്കുന്നത് ഏത് ടൈപ്പാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. മൂന്നാമതായിട്ട് അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ. അതായത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ചിലപ്പോൾ അവിടെ ഹീറ്റ് വേണ്ടി വരും. അതായത് ചില കെമിക്കൽ റിയാക്ഷൻസുകൾ ഹീറ്റ് വേണ്ടി വരും. ചില സമയത്ത് നമ്മൾ കാറ്റലിസ്റ്റുകൾ ഉപയോഗിക്കേണ്ടി വരും അല്ല. ഇതിനെ പറ്റിയൊക്കെ നമ്മളൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ കെമിക്കൽ റിയാക്ഷൻസിൽ ഹീറ്റ് ആവശ്യമുണ്ടോ, ഇനി ഹീറ്റ് ആവശ്യമില്ലേ, ഇനി അതേപോലെ തന്നെ കാറ്റലിസ്റ്റ് ആവശ്യമുണ്ടോ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്ന ആളെയും കുറയ്ക്കുന്ന ആളെയൊക്കെ നമ്മൾ വിളിക്കുന്നത് കാറ്റലിസ്റ്റ് എന്നാണ്. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഇതാണ് അടുത്തതായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ നമ്മൾ അടുത്തായിട്ട് പോകുന്നു. ബാലൻസ് ഇക്വേഷൻ റെഗുലർലി. ഓൾറെഡി നമ്മൾ പഠിക്കുന്നുണ്ട്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഡെയിലി അല്ലേ 7 ദിവസം ഉണ്ടെങ്കിൽ, ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ, ആ 7 ദിവസവും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ചോദ്യങ്ങൾ വെച്ചിട്ട് ബാലൻസ് ചെയ്യാൻ പഠിച്ചിരിക്കണം. ഓക്കെ, അധികവും നമ്മളോട് ചോദിക്കാറുള്ള, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനുകളിൽ അധികവും നമ്മളോട് ചോദിക്കാറുള്ളത് ഈ ബാലൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്.
ഇപ്പൊ കെമിക്കൽ റിയാക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ നമ്മൾ മനസ്സിലേക്ക് വരുന്ന കാര്യമാണ് ഇത് ബാലൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യാൻ അറിയണം. ഓരോ ദിവസം ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാക്കി എടുക്കുന്ന ഒരു സ്കില്ലല്ല. അത് നിരന്തരമായിട്ട് നമ്മൾ ഓരോ കെമിക്കൽ റിയാക്ഷൻസുകൾ നമ്മൾ ബാലൻസ് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സമ്മറി നോട്ട്സിന്റെ അകത്ത് എഴുതി വെക്കണം. അപ്പൊ ഏത് റിയാക്ഷൻ ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് നിന്ന് ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ ഇത്രയും, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ ബേസിക് ഐഡിയ എന്തൊക്കെയാണ് ആറ്റം, ഏതൊക്കെയാണ് മോളിക്യൂൾസ് എന്ന് അറിയണം അല്ലെ. ഒരു കെമിക്കൽ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് പാറ്റേണിലാണ് വരുന്നതെന്ന് അറിയണം. അതേപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണെന്ന് അറിയണം. അതേപോലെ തന്നെ ഏത് പാറ്റേൺസുകൾ, അതായത് ഹീറ്റ് ഉണ്ടോ കാറ്റലിസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇത്രയും ഏരിയകളിലൂടെ കടന്നു വരുമ്പോൾ ഒരു 100% പെർഫെക്ഷനോട് കൂടിയാണ് നമ്മൾ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചിരിക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? കറക്റ്റ് ആയിട്ട് ഒരു സമ്മറി നോട്ട്സിന്റെ അകത്തേക്ക് എഴുതി വെക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കെമിസ്ട്രി ബുക്ക് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ സ്കൂളിലും, അതേപോലെ തന്നെ ഇപ്പോൾ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഒരു നോട്ട്സ് ഉണ്ടാവും. ആ നോട്ട്സിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട നോട്ട്സുകൾ നമ്മൾ എഴുതി വെക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ആ ഒരു നോട്ട് ബുക്കിന്റെ ഏറ്റവും പുറകെ വശത്തെ പേജിൽ നമ്മൾ എഴുതേണ്ടത് റിയാക്ഷൻസുകളാണ്. ഓക്കെ, റിയാക്ഷൻസുകൾ. ഇപ്പൊ റിയാക്ഷൻസ് ചാപ്റ്റർ 1 റിയാക്ഷൻസുകൾ നമ്മളിങ്ങനെ എഴുതി പോവുക, ചാപ്റ്റർ 2 റിയാക്ഷൻസുകൾ നമ്മളിങ്ങനെ എഴുതി പോവുക, അതേപോലെ തന്നെ ചാപ്റ്റർ 3 റിയാക്ഷൻസുകൾ ഇങ്ങനെ എഴുതി പോവുക. വ്യക്തമായിട്ടുള്ള ഒരു സമ്മറി, കെമിക്കൽ റിയാക്ഷനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സമ്മറി നോട്ട്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിനായിട്ട് സെപ്പറേറ്റ് നോട്ട് വാങ്ങിയാൽ കുഴപ്പമില്ല. ഇനി അത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെ സ്കൂൾ നോട്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ എവിടെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ നോട്ട്സിലോ അതിൻ്റെ പിറകു വശത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഇതെന്താണ് എഴുതി വെച്ചാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷാ സമയത്ത് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ തപ്പി എന്ത് ചെയ്യേണ്ട? അവിടെയും ഇവിടെ ആയിട്ട് അലഞ്ഞു നടക്കണ്ട. കൃത്യമായിട്ട് ആ ഒരു നോട്ട്സ് ബുക്ക് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിലെയും കെമിക്കൽ റിയാക്ഷൻസുകൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് നോക്കുക, അത് ഒരു പ്രാവശ്യം എഴുതി നോക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് എഴുതി പഠിക്കാനും പറ്റും, ഏറ്റവും നല്ല മാർക്ക് വാങ്ങാനും കഴിയും. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പോ നമുക്കറിയാം കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോൺ എന്ന് തന്നെ പറയാം കെമിക്കൽ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻ ഇല്ലാതെ കെമിസ്ട്രി ഇല്ല എന്നുള്ള കാര്യം മക്കളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഐഡിയാസുകളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡിയാസുകളൊക്കെ നമ്മൾ എവിടെയാണ്? CBSE ക്ലാസ് 10ന്റെ സൂപ്പർ ബാച്ചിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്താണോ നിങ്ങൾക്കറിയാത്തത്, ആ സബ്ജക്റ്റിനെ പറ്റിയുള്ള ബേസിക് ഐഡിയ ഇല്ലെങ്കിൽ നമ്മൾ തരും. ഇനി അതിനെപ്പറ്റി വലിയ ടോപ്പിക്കാണ് സാറേ, ഇറ്റ് ഈസ് വെരി വെരി ടഫ് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതൊക്കെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. ഏതിലൂടെ? നമ്മുടെ സ്വന്തം ക്ലാസ് 10th CBSE സൂപ്പർ ബാച്ചിലൂടെ. കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസിനോടൊപ്പം റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകളുണ്ട്, ഡൗട്ട് ക്ലിയറൻസുകളുണ്ട്, അതുപോലെ തന്നെ എക്സാംസുകളുണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്. മാത്രമല്ല ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ് ഇതിനൊക്കെ ചിലപ്പോൾ കുട്ടിക്ക് ബേസിക് ആവശ്യമുണ്ടാവും. അതിൻ്റെ ബേസിക് ക്ലാസ്സുകളോട് നമ്മൾ കൊടുക്കേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. ചെറിയ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നമ്മൾ സൂപ്പർ ബാച്ചിലൂടെ കൊടുക്കുന്നത്. ആരെങ്കിലും എന്നെ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതാ നേരെ താഴെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് സൂപ്പർ ബാച്ചിലേക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് സമയം എന്ത് ചെയ്യില്ല, കളയാനില്ല. അതേപോലെ തന്നെ നമ്മളെ മുഴുവൻ നോട്ട്സുകൾ, അതായത് പ്രധാനപ്പെട്ട ഓരോ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സുകൾ, അതേപോലെ തന്നെ ക്ലാസ് 10ന്റെ അപ്ഡേറ്റ്സുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ചാനൽ തന്നെ ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉപയോഗിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും കാണാം. ഗുഡ് ബൈ.